ഈ പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ വഷളായത്. അതിനു മുമ്പും സാഹചര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. എന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മുറിവ് ഈ ബന്ധത്തിൽ ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. ഇതിൻ്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസം അവസാനിച്ച ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദിയിലും കണ്ടു. കാരണം ഇന്ത്യയും പാകിസ്ഥാൻ്റെയും താരങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്തില്ല, പരസ്പരം സംസാരിക്കുന്നില്ല, സൗഹൃദം പുനഃസ്ഥാപിക്കുന്ന സൗഹൃദം ഭാവം നടിക്കുന്നില്ല. വലിയ വിവാദമായിരുന്നു. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റനെയും ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെയും വലിയ രീതിയിൽ പരിഹസിക്കുന്ന തരത്തിൽ നിലപാടെടുത്തു. എന്നാൽ ഇന്ത്യയെ അനുകൂലിച്ചും വലിയ രീതിയിലുള്ള പ്രമുഖരടക്കം ഇന്ത്യയെ അനുകൂലിച്ചും രംഗത്ത് വന്നു. ഏതായാലും പൊതുവെ പറയുകയാണെങ്കിൽ ഒരു കായിക ഇനത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായി അതിലേക്ക് രാഷ്ട്രീയം കലർത്തുന്നത് നല്ല കാര്യം തന്നെയല്ല. പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അക്കാര്യത്തിൽ പറഞ്ഞ നിലപാട്, ചില സമയത്ത് നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ അപ്പുറം മറ്റു ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. ആ ഒരു പരിഗണനയിലാണ് പാകിസ്ഥാനോട് ഈ നിലപാടെടുത്തത് എന്നുള്ളതാണ്. പിന്നീട് രണ്ട് രാജ്യങ്ങളും 3 തവണയാണ് ആ ടൂർണമെൻറ്റിൽ ഏറ്റുമുട്ടിയത്, ഫൈനലിലടക്കം. ഫൈനലിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ ആ ട്രോഫി വിതരണം ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിയാണ്. അപ്പോൾ ഈ മൊഹ്സിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ല എന്ന നിലപാടെടുത്ത് ഇന്ത്യ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ ഈ മൊഹ്സിൻ നഖ്വി ഈ ട്രോഫി സംഘാടകരെ തിരിച്ചേൽപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ ട്രോഫി മറ്റാരെങ്കിലും കൊടുത്ത് അത് ഇന്ത്യൻ ടീമിന് കൈമാറാൻ കൂട്ടാക്കാതെ, അദ്ദേഹം ഈ ട്രോഫിയും ജേതാക്കൾക്ക് കൊടുക്കേണ്ട മെഡലുകളും അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗുരുതരമായൊരു സാഹചര്യം. കാര്യം ഇന്ത്യക്ക് അർഹതപ്പെട്ട ട്രോഫി അത് അദ്ദേഹം പിടിച്ചു വാങ്ങി അല്ലെങ്കിൽ കൈവശപ്പെടുത്തി എന്നാണ് പൊതുവെ ഇത് വിലയിരുത്തപ്പെട്ടത്. ആ രീതിയിൽ അദ്ദേഹം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി. അദ്ദേഹത്തിൻ്റെ നടപടി അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേരുന്നതല്ല. ഒരുമാതിരി കൊച്ചുകുട്ടികളുടെ സ്വഭാവം ഗ്രൗണ്ടിൽ കാണിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വേറൊരു വാർത്ത വരുന്നു. ഈ മൊഹ്സിൻ നഖ്വിക്ക് ഒരു കുതിരപ്പവൻ കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. കുതിരപ്പവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡൽ, ഒരു സ്വർണ്ണ പതക്കം കൊടുക്കാൻ പോകുന്നു. അതായത് ഷഹീദ് സുൽഫിക്കർ അലി ഭൂട്ടോ, നമ്മുടെ ബേനസീർ ഭൂട്ടോയുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു സ്വർണ്ണ പതക്കം അത് ഈ മൊഹ്സിൻ നഖ്വിക്ക് സമ്മാനിക്കാൻ പോവുകയാണ് പാകിസ്ഥാൻ. ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാടിനുള്ള ആദരവ് എന്ന രീതിയിലാണ് ഈ മെഡല് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത പണി ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഈ മെഡൽ കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന ന്യായം എന്തെന്നാൽ രാജ്യത്തിൻ്റെ അന്തസ് വീണ്ടെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അന്തസ് വീണ്ടെടുത്തു എന്ന് പറയാൻ കാരണം, ഈ മത്സരത്തിന് മുൻപ്, അതായത് ഈ ഫൈനൽ മത്സരത്തിന് മുൻപ് 2 മത്സരങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീമിനെ ഗൗനിച്ചതേയില്ല, ഹസ്തദാനം ചെയ്യാൻ തയ്യാറായില്ല, അവരുമായിട്ട് യാതൊരു ഒരു സൗഹൃദ സംഭാഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പോലും പോയില്ല. അപ്പോൾ ഇതോടുകൂടി പാകിസ്ഥാൻ ടീമും പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാനിലെ ഭരണകൂടവും എല്ലാം വലിയ രീതിയിൽ അപമാനിതരായി. കാരണം അവർക്ക് ഈ കിട്ടുന്ന വലിയൊരു ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര വേദിയിൽ കിട്ടുന്ന വലിയൊരു തിരിച്ചടിയായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ രാജ്യത്തിൻ്റെ മാനം പോയി നിൽക്കുന്ന സമയത്താണ് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മൊഹ്സിൻ നഖ്വി ഇന്ത്യൻ ടീമിന് ഇമ്മാതിരി 8ന്റെ പണി കൊടുത്തത് എന്നുള്ളതാണ് അവരുടെ ഒരു വ്യാഖ്യാനം. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെഡലൊക്കെ കൊടുത്ത് അവിടെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇദ്ദേഹം പിന്നീട് താൻ ചെയ്തത് വലിയ അമളിയായിപ്പോയി, അബദ്ധമായിപ്പോയി, തനിക്ക് തന്നെ അത് ബൂമറാങ്ങായി വന്നു എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം എടുത്ത നിലപാട്, ഈ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഓഫീസിലേക്ക് വരാം, അവിടെ വെച്ച് ഞാൻ തന്നെ ഈ ട്രോഫി കൈമാറാം എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ ടീം അത് പോണാൽ പോട്ടും പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിക്കാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നീട് ഇദ്ദേഹം വേറെ നിവൃത്തിയില്ലാതെ UAE ക്രിക്കറ്റ് ബോർഡിന് ഈ മെഡലുകളും അതേപോലെ ഈ ട്രോഫിയും കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത. പക്ഷേ UAE ക്രിക്കറ്റ് കൗൺസിൽ ഇപ്പോഴും, അല്ലെങ്കിൽ UAE ക്രിക്കറ്റ് ബോർഡ് ഇപ്പോഴും ആ ട്രോഫി നമുക്ക് കൈമാറിയിട്ടില്ല. ചിലപ്പോൾ സമീപഭാവിയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മൊഹ്സിൻ നഖ്വി, അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനും കൂടി ഇദ്ദേഹമാണ്.
അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പദവി ഇരുന്നു കൊണ്ട് നിർവഹിക്കേണ്ട ഒരു ചുമതലയായിരുന്നു ഈ ട്രോഫി ടൂർണമെന്റ് ജേതാക്കൾ ആരാണോ അവർക്ക് ആ ട്രോഫി കൈമാറുക എന്നുള്ളത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങാൻ ഇന്ത്യൻ ടീമിന് വിമുഖതയുണ്ടെങ്കിൽ ആ വേദിയിൽ മറ്റ് വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു, അവർ മുഖേന ഈ ട്രോഫി കൈമാറാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ ഇദ്ദേഹം അവിടെ കടുംപിടുത്തം പിടിച്ചു നിന്നു. ഏതാണ്ട് ഈ സമ്മാനദാന ചടങ്ങ് ഏതാണ്ട് മത്സരം പൂർത്തിയായി 1 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ട് അവർ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നാണക്കേട് കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ആ ഗ്രൗണ്ടിലേക്ക് വന്നതേ ഇല്ല. പിന്നീട് അവർ മനസ്സോടെ വന്നു. ആ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നായകൻ തോറ്റവർക്കുള്ള സമ്മാനത്തിന്റെ ചെക്ക് കൈപ്പറ്റി അത് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ മാത്രമേ ഈ സംഘാടകരിൽ നിന്ന് വാങ്ങിയുള്ളൂ. അതായത് മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. ജേതാക്കൾക്കുള്ള പുരസ്കാരം ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞ് അവിടെ അരമണിക്കൂറോളം ആ സ്റ്റേജിൽ കുന്തം വിഴുങ്ങിയ പോലെ നിന്ന ആളാണ് ഈ മൊഹ്സിൻ നഖ്വി. എന്നിട്ടാണ് പിന്നീട് ഈ ട്രോഫിയും എടുത്തുകൊണ്ട് പോയുള്ള പട്ടി ഷോ അദ്ദേഹം കാണിച്ചത്. ഇപ്പോൾ എന്താകും ഇക്കാര്യത്തിൽ നിലപാട് എന്നറിയാൻ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇനിയുള്ള നിലപാട് എന്തെന്നറിയാൻ താല്പര്യമുണ്ട്. ഏതായാലും BCCI ഇതുകൊണ്ട് അടങ്ങിയിരിക്കുന്നില്ല. BCCI അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് ഇതിനോടകം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന ട്രോഫി സംഘാടകൻ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു. അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഞങ്ങൾക്ക് ഹസ്തദാനം നൽകിയില്ല, മര്യാദ ലംഘനം നടത്തി. മാച്ച് റഫറിക്കെതിരെയും അവർ പരാതി കൊടുത്തു. മാച്ച് റഫറിയുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഹസ്തദാനം ഒഴിവാക്കിയത്. അക്കാര്യത്തിൽ ഇന്ത്യൻ ടീമിന് അദ്ദേഹം പ്രത്യേക പരിഗണന കൊടുത്തു എന്നൊക്കെയായിരുന്നു ആക്ഷേപം. പക്ഷേ ഈ പരാതിയെല്ലാം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എടുത്ത് കൊട്ടയെ തട്ടിയിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആ വാദമൊന്നും അവർ അംഗീകരിച്ചില്ല. മര്യാദക്ക് വേണമെങ്കിൽ കളിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ UAEക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് അതിനു മുൻപ് ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഏതാണ്ട് 1 മണിക്കൂറോളം വൈകി നാണം കെട്ട് മുഖവും പൂഴ്ത്തിയാണ് ആ മത്സരവേദിയിൽ വന്നിറങ്ങിയത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ മുഖം നഷ്ടമായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ അന്തസ്സ് വീണ്ടെടുക്കാനാണത്രേ ഈ മൊഹ്സിൻ നഖ്വി ഇന്ത്യക്ക് കിട്ടേണ്ടിരുന്ന കപ്പ് എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ സൂക്ഷിച്ചത്. ഏതായാലും പാകിസ്ഥാൻ ഈ നാണമില്ലാത്തവന്റെ മൂട്ടിൽ ആലുകളിർത്താൽ അതും തണല് എന്ന് കരുതി അദ്ദേഹത്തിന് ഇപ്പോൾ മെഡലൊക്കെ കൊടുത്ത് ആദരിക്കാൻ പോകുന്നു. ഏതായാലും പരമ കഷ്ടം എന്നല്ലാണ്ട് എന്തു പറയാൻ.